അപരൂപ ലക്ഷണം. അശ്രീകരം. മോള ഒന്നും കാര്യാക്കണ്ട, അകത്തേക്ക് കയറി വാ. അയ്യോ എന്റെ ദൈവമേ, എടാ ചേച്ചിയാ ഇപ്പൊ വിളിച്ചത്. അനുവിനും വണ്ടി ആക്സിഡന്റ് പറ്റിയത് വരണ വഴിക്ക്. എന്താ അമ്മ ഉണ്ടായേ? നീ മിണ്ടിപ്പോകരുത്. ഉണ്ടാക്കി വെച്ചിട്ട് നിന്ന് ചോദിക്കുന്നു എന്താ അമ്മ ഉണ്ടായെന്ന്. ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ വന്ന് കേറിയപ്പോഴേ അശുഭ വാർത്തയാ കേൾക്കുന്നത്. നീ എന്റെ മോളെയും മരുമോനെയും കൊലയ്ക്ക് കൊടുക്കോടി. സുമേ, എന്ത് പേരെക്കാട് നീ പറയണേ? നിങ്ങളുടെ കണ്ണെന്താ മാനത്താണോ? ഇവിടെ നടത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ദേ ഈ മൂതയെ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. വിളക്കിലെ തിരി അങ്ങ് കെട്ടു. ഇപ്പൊ എന്റെ മരുമോൻ ആക്സിഡന്റുമായി. ഇനി എന്തൊക്കെയാണോ ഈശ്വരൻ ഇവിടെ സംഭവിക്കാൻ പോണത്? ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചതിന് ഇവളെന്ത് പിഴച്ച്? എന്റെ പൊന്നമ്മേ, കല്യാണം കഴിഞ്ഞ് വന്ന് കേറിയ ദിവസം തന്നെ വെറുതെ മൂന്നാം കട അമ്മായിമ്മ പോരെടുക്കാതെ. ശുഭം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇവള് വന്നു പറയണ്ട ഐശ്വര്യ. മതി, നിർത്ത്. ആദ്യം ഞാൻ പോയി അവനോലും പറ്റിയാൻ നോക്കിട്ട് വരട്ടെ. ഡാ, മോളെ വിളിച്ചിട്ട് പോ. ഡീ, ഞാൻ പോയിട്ട് വരാം. ഞാനിവിടെ വരാം. നീ ഒരിടത്തും വരണ്ട. ആളുകളിരിക്കണേ, ഞാൻ വല്ല വിളിച്ച് പറയേ. അപ്പൊ എടാ, താനിങ്ങനെ വിഷമിച്ച് നിൽക്കാതെ. അമ്മ ഈ കാര്യങ്ങളിലൊക്കെ കുറച്ച് വിശ്വാസമുള്ള കൂട്ടത്തില്ല. പിന്നെ പെട്ടെന്ന് അളിയൻ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കേട്ടപ്പോ അമ്മ ആകെ ഷോക്കായി. അതാ തന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു. അബി, കാറ്റുള്ളപ്പോ വിളക്കിടുന്നൊക്കെ സ്വാഭാവികമല്ലേ? പിന്നെ തന്റെ അളിയന് ആക്സിഡന്റ് പറ്റിയതിന് ഞാൻ ഇങ്ങനെ ഉത്തരവാദിയാവുന്നേ? കറണ്ട് പോയതാലും എന്റെ കുറ്റാന്ന് അമ്മ പറയുന്നേ. താൻ ഇനി അതോർത്ത് വിഷമിക്കണ്ട. അമ്മയടുത്ത് ഞാൻ സംസാരിക്കും. താൻ പതി അമ്മയെ കയ്യിലെടുത്താൽ മതി. എന്നാലും എന്റെ നാത്തൂനെ ആ പെണ്ണ് കാലെടുത്ത് വെച്ചത് പയറ് പോലെ നടന്ന ചെറുക്കനല്ലേ കിടപ്പിലായത്? അതേടി, അതുപോലത്തെ നിമിത്തങ്ങളല്ലേ നമ്മൾ ഇന്നലെ കണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ജാതകം നോക്കിയിട്ട് മതി കല്യാണം ഉറപ്പിക്കുന്നത്. ആര് കേൾക്കാനാ? നിശ്ചയത്തിന് അവളെ കണ്ടപ്പോഴേ എനിക്കൊരു വശപ്പശക്ക് തോന്നിയതാ. അതങ്ങനെ അവന്റെ തലയിൽ പ്രേമം പിടിച്ചിരിക്കുകയല്ലായിരുന്നു. ഞാൻ പറഞ്ഞതൊക്കെ അവന് പുല്ലു വിലയായി. എല്ലാം പോട്ടെ, സമയം എത്രേ? ഈ അടുക്കളയിൽ കയറി എന്തെങ്കിലും ചെയ്യണമെന്ന് വല്ല വിചാരമുണ്ടോ അവക്ക്? വളർത്തു ദോഷം. ഇനിയേ നാത്തൂന് അവക്കും കൂടെ വെച്ച് വിളമ്പി നടു കുടിക്കും. പിന്നെ അവളെ നിലയ്ക്ക് നിർത്തണം, അല്ലെങ്കിൽ നാത്തൂന്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങും. ഞാനേ പോയി നോക്കിയിട്ട് വരാം അവൾ അവിടെ എന്താ ചെയ്യണം. പോട്ടോ. അയ്യോ മോളെ, നാത്തൂ നിന്നെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിച്ചു തുടങ്ങിയോ? ഏയ്, അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സാരി ഒന്ന് വിരിച്ചിടാന്ന് വെച്ചു. ഓ, ഇതാണോ അഭിമോൻ കിട്ടിയ താലിമാല? തീരെ ചെറുതല്ലേ, കനം പോരാ. ഒരു പവനെങ്കിലും തികച്ചുണ്ടോ എന്തോ, അല്ലെങ്കിൽ ഇവിടെ ഉള്ള എല്ലാം പിശുക്കികളാ. അതപ്പച്ചി, എനിക്ക് ചെറിയ താലിമാലയുടെ താല്പര്യം. അതുകൊണ്ട് അബിയേട്ടൻ ചെറുത് വാങ്ങി. ഓ, അത് നീ അവന്റെ മോഹൻ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? എനിക്ക് അറിവിടാത്താണോ ഇവിടുത്തെ കള്ളക്കൂട്ടങ്ങളെ? അതെ മോൾ, അവള് പറയുന്നൊന്നും കേട്ട് വിഷമിക്കാൻ നിൽക്കല്ല കേട്ടോ. അവളുടെ സ്വഭാവം അങ്ങനെയാ. എപ്പോഴാ എന്താ പറയുന്നതെന്ന് അവൾക്ക് തന്നെ ഒരു ബോധമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഇവിടെ താമസിക്കുന്നതിനേക്കാളും നല്ലതേ വേറെ വീടെടുത്ത് താമസിക്കുന്നതാ. നാത്തു നിന്നെ തിരക്കുന്നുണ്ടായിരുന്നു. ചെല്ല്, ഓടിച്ചെല്ല്, ഇപ്പൊ കിട്ടും. നശിപ്പിച്ചല്ലോടി, കടുകത്രയും താഴെ പോയില്ലേ? നീ മനഃപൂർവ്വം കുടുംബത്തിൽ വഴക്കുണ്ടാക്കാനല്ലേ ഇത് എടുത്ത് താഴെ ഇട്ടത്? അമ്മ, അതിന്റെ കൈതട്ടി വീണതാ അമ്മ. അമ്മ എന്നിട്ട് എങ്ങനെ ചൂടാവുന്നേ? അത് എടുത്ത് വച്ചാ പോലെ തിരിച്ച്. കടുക് താഴെ വീണ കുടുംബത്തിൽ വഴക്കുണ്ടാവുമെന്ന് അറിഞ്ഞ് നീ മനഃപൂർവ്വം താഴെ തള്ളിയിട്ടാണ്. അമ്മ, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. എടി, ഒന്നാമത് എനിക്ക് എന്റെ സാധനങ്ങൾ വച്ചിരിക്കുന്ന സാധനങ്ങൾ വച്ചെടുത്തിരിക്കണം. എനിക്ക് ഇങ്ങനെ മാറ്റിമറിക്കുന്ന ഇഷ്ടമല്ല. പ്രത്യേകിച്ച് നീ മേലിൽ നീ എന്റെ അടുക്കളയിൽ കയറി പോരും. അറിയോ എന്താ ഇത്? നിന്റെ ഭാര്യ ചെയ്തു വെച്ചാക്കി നീ കണ്ടില്ലേ? ഉള്ള കടുക് അത്രയും മാറി താഴെ തള്ളിയിട്ട്. ഒരു വഹ നേരെ ചൊവ്വേ ചെയ്യാറിയത്തില്ല. നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയാണ് ഇതിനെ പ്രേമിക്കാൻ? അവൾ ഇന്നലെ അല്ലേ വന്നത്. അപ്പൊ നീ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അമ്മയോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. വാ. എടി, കുറച്ച് കാര്യം എടുത്തിട്ട്
ദേ ചായ തീർന്നു, കുറച്ച് ചായ എടുത്തോണ്ടോന്നെ. അമ്മ ഇട്ട ചായ തീർന്നു, ഇനി അടുത്തത് ഇട്ടാലേ ഉള്ളൂ. ചായ ഇട്ടോണ്ട് വരണം. എന്തടി ഉണ്ട കണ്ടിട്ട് ഉരുട്ടി ഉരുട്ടി നോക്കുന്നത്? ചായ ഇടാനല്ലേ പറഞ്ഞു, എന്തിനാ അവന്റെ മുഖത്ത് നോക്കുന്നത്? ഇപ്പൊ ഇട്ടുണ്ടോ? ഇച്ചിരി കറിയും കൊടുത്തേ. ഒരു ചായ ഇടാൻ പറഞ്ഞ ഇത്രയും സമയം വേണം. ഇങ്ങനെയാണെങ്കിലേ ഞാൻ ചാവാൻ കിടക്കുമ്പോ ഒരു തുള്ളി വെള്ളം വേണമെന്ന് പറഞ്ഞാ നീ 16 അടിയന്തരം കഴിഞ്ഞല്ലേ കൊണ്ടുവരുള്ളൂ. നിനക്ക് ചായ വേണമെന്ന് ഞാൻ അവിടെ ചായ കൊണ്ടുവന്നു. നിനക്കത് കുടിച്ചാലെന്താ? ഇവളുണ്ടാക്കിയ ചായ എനിക്ക് വേണം, നിങ്ങൾ എന്നെ കുടിക്കും. മോള് ഇതൊന്നും കാര്യമാക്കണ്ട, വന്ന് കഴിക്കും. ആഹാ, മോളെന്താ എവിടെ ഇരുന്ന് കളഞ്ഞ്? താഴേക്ക് വരാത്തെന്താ? താഴേക്ക് വന്നിട്ട് എന്തിനാ അപ്പച്ചി? എനിക്കൊന്നിലും തൊടാനോ പിടിക്കാനോ ഒന്നും പാടില്ലല്ലോ. മോളോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയാ. നീ എന്റെ മരുമോളായിരുന്നെങ്കിലേ എന്നെ പൊന്നുപോലെ നോക്കിയേനെ. മോളോടെ അവൾക്ക് എന്താ ഇത്ര ദേഷ്യമെന്നറിയാവോ? ഇല്ല. മോള് കൊണ്ടുവന്ന ഗോൾഡൊക്കെ അവളുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തായിരുന്നോ? ഇല്ല. ഇന്നലെയും കൂടെ പറഞ്ഞേ ഉള്ളൂ ആ ഗോൾഡൊന്നും കണ്ടതേ ഇല്ലെന്ന്. ഇവിടത്തെ മൂത്ത പെങ്കൊച്ചിനെ കെട്ടിച്ചു വിട്ടപ്പോഴേ 75 പവനാ കൊടുത്തത്. അപ്പോ അഭിമോനൊരു പെണ്ണിനെ കൊണ്ടുവരുമ്പോ അവരത്രയെങ്കിലും പ്രതീക്ഷിക്കില്ലേ? നാത്തൂനെ കുറ്റം പറയാനും പറ്റില്ല. അല്ല, മോളുടെ കഴുത്തിലും കാതിലും ഒന്നും അങ്ങനെ അധികം സ്വർണം ഇല്ലായിരുന്നല്ലോ. ഒരു ഗതിയില്ലാത്ത വീട്ടിൽ നിന്ന് വന്നെന്നാ ഇവിടുത്തെ സംസാരം. ഞാൻ വെറുതെ ചോദിക്കുവാണേ, കല്യാണത്തിന് എത്ര പവൻ സ്വർണം ഉണ്ടായിരുന്നു? അതൊക്കെ എന്തിനാ അപ്പച്ചി അറിയുന്നേ? അഭിയന്റെ വീട്ടുകാര് സ്വർണ്ണമൊന്നും ചോദിച്ചിട്ടില്ല. എന്നിട്ട് മാനയായിട്ട് തന്നെയാ എന്റെ അച്ഛനെ കൊണ്ട് പറഞ്ഞു വിട്ടത്. ആഹാ, ഇതുവരെ വാക്കിയൊക്കെ കോലിട്ട് കുത്തി നോക്കണമായിരുന്നല്ലോ, നാക്കുണ്ടോ ഇല്ലെന്ന്. നാക്കിൽ നീളമൊക്കെ വെച്ചല്ലോ. അപ്പച്ചി പറയാനായിട്ടാലേ കൈയില്ലാത്തവരുടെ അടിച്ചു. ഇതിനുള്ള മറുപടി ഞാൻ നാത്തൂൻ്റെ നിനക്ക് മേടിച്ചു തരുന്നുണ്ട്. ഏട്ടാ, ഞാനേ അവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. നിന്റെ ഉപദേശം ഞാൻ കേട്ടതാ. നിന്റെ മരുമോള് നിന്നെ വിട്ട് പോയെന്നല്ലേ പറഞ്ഞത്? അവള് പോവാനുള്ള കാര്യം ഇപ്പൊ മനസ്സിലായി. ഇതല്ലേ സ്വഭാവം? ദേ ഇന്ന് ഇവിടുന്ന് പൊക്കോണം, മനസ്സിലായ? മോന്റെയും മരുമോളെയും കാര്യം നോക്കാൻ എനിക്കറിയാം. ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നീ നോക്കരുത്, മനസ്സിലായോ നിനക്ക്? മോനെ, ഇതെന്തുവാടാ ഈ മാല? ഒരു പിടി പിടിച്ച പൊട്ടിപ്പോലടാ, ഒരു പൊലിപ്പുമില്ല. വിറ്റാൽ ഒരു വാ കിട്ടത്തൂലുമില്ല. എന്റെ പൊന്നമ്മ, ഈ മാല വിൽക്കാൻ വേണ്ടി അല്ല ഞാൻ കഴുത്തിയിട്ടോട്ട് കിടക്കുന്നത്. എന്നാലും എന്റെ മോന്റെ കഴുത്തി കിടക്കുമ്പോഴേ അതിനൊരു പൊലിപ്പൊക്കെ വേണ്ടേ? നാട്ടുകാർ കാണുന്നതല്ലേടാ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നമുക്ക് ഈ ബന്ധം വേണ്ടെന്ന്. നീ എന്റെ മോളെ കണ്ടുപിടിക്കും. അവള് നല്ല പുളിയും കൊമ്പിലാ കയറി പിടിച്ചിരിക്കുന്നു. അവളെ അമ്മായിയമ്മേ അവളെ തലയിൽ വെച്ചോണ്ടാ നടക്കുന്നത്. ഇവിടെ ഒരെണ്ണം ഉണ്ട്, കാൽ കാശിന് ഗതിയില്ലാത്ത ഒരെണ്ണം. എടി, ഇവിടെ എന്താ അടി നീ തട്ടിയിട്ടെ? എടാ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാം ഇവിടുത്തെ നശിപ്പിക്കും. നിന്റെ അടുത്ത് ഞാൻ അടുക്കളയെ കയറരുതെന്നും ഇവിടുത്തെ സാധനങ്ങളിലൊന്നും തുടരുതെന്നും പറഞ്ഞിട്ടില്ലേ? അതെന്താ? ഞാൻ തൊട്ടാ ഇതൊക്കെ ഉരുവി പോവും. അബി, നീ മിണ്ടരുത്. നീ പെണ്ണൂശ് എന്റെ വീട്ടിൽ വന്നപ്പോ എന്താ പറഞ്ഞത്? നിനക്ക് സ്ത്രീധനായിട്ടോ അല്ലാതെ ഒരു സ്വർണ്ണം വേണ്ടെന്നല്ലേ? എന്നിട്ട് എന്റെ അച്ഛൻ മാനയായിട്ട് സ്വർണ്ണം ഇട്ട് തന്നെ എന്നെ കെട്ടിച്ചു വിട്ടത്. അല്ലാതെ ഞാൻ കൈ വീശി അല്ലേ ഇങ്ങോട്ട് കയറി വന്നത്. എന്നിട്ടിപ്പോ മാലയുടെ തൂക്കളക്കാൻ വന്നേക്കുന്നു. നാണയില്ലേ നിനക്ക്? അബി, നീ മിണ്ടാതിരിക്കും. ഞാൻ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ച ദിവസം മുതൽ കേൾക്കാൻ തുടങ്ങിയതാ. എനിക്ക് വയ്യ, മടുത്തു. ദേ, ഇവിടെ കിടന്ന് ഇങ്ങനെ തുള്ളാനേ. ഇത് നിന്റെ വീടൊന്നുമല്ല, ഇത് എന്റെ വീടാ. ഇവിടെ എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, കേട്ടല്ലോ? എടാ, ഇവളെന്തോന്ന് ഇവിടെ ചെയ്യാൻ പോണു? നമുക്കൊന്ന് കാണാമല്ലോ. നിങ്ങൾ രണ്ടുപേരും എന്താന്ന് വെച്ചാൽ കാണിക്കും. എനിക്ക് മടുത്തു. അപ്പോ നീ എന്തിനാ ഇന്ന് അമ്മയുടെ അടുത്ത് വഴക്കുണ്ടാക്കിയത്? നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടാണ് അമ്മയുടെ അടുത്ത് ഒരു മയത്തിനൊക്കെ സംസാരിക്കണോ. നീ എന്തൊക്കെയാടി ഈ കാണിച്ചു കൂട്ടുന്ന? എന്റെ പൊന്നബി, നിന്റെ അമ്മയടുത്ത് എങ്ങനെയൊക്കെ സ്നേഹത്തിൽ പെരുമാറാൻ പറ്റുമോ അങ്ങനെ എല്ലാം ഞാൻ നോക്കുന്നുണ്ട്. നിന്റെ അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്ത കണ്ടൂടാ. ഇവിടെ എന്തുണ്ടായാലും എന്റെ തലയിലാണ് വെക്കണത്. എന്റെ അമ്മ കല്യാണം കഴിഞ്ഞപ്പോ പറഞ്ഞു വിട്ടതാ, എവിടെയാണോ കല്യാണം കഴിച്ച് ചെല്ലുന്നത് ആ വീടാണ് പിന്നെ നമ്മുടെ വീടെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോ മനസ്സിലായി, പെമ്പിള്ളേർക്കേ സ്വന്തമായിട്ടൊരു വീടില്ല.
എടി ഇത് നിന്റെ സ്വന്തം വീട് തന്നെയാണ്. നീ അമ്മയുടെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് താന്നു കൊടുത്താൽ തീരാന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ ഇവിടെ. ഇനിയും താഴ്ന്ന ഞാൻ ഭൂമിക്ക് അടിയിൽ പോവും അബി. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? വീണ്ടും അമ്മയായിട്ട് തല്ലു പിടിക്കാനാണോ? അമ്മ എന്റെ അടുത്ത് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ തന്നെ ഇനി തിരിച്ച് ഞാൻ പെരുമാറാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ദൈവത്താന്റെയും കടലിന്റെ നടുക്കായല്ലോ ദൈവം. എന്താടി തലയിൽ കയ്യും വെച്ചോണ്ടിരിക്കുന്നത്? അമ്മേ, ഒരു തലാർക്കം പോലെ. അയ്യോ, ഇനി നല്ല വിശേഷം വല്ലതും ഉണ്ടോടി നിനക്ക്? കല്യാണം കഴിഞ്ഞിട്ട് 2 മാസേ ആയുള്ളൂ. ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ചേക്കരുത്. അമ്മ, അഥവാ ഞാൻ പ്രഗ്നന്റ് ആണെങ്കിൽ തന്നെ അമ്മയുടെ മോന്റെ കുഞ്ഞല്ലേ എന്റെ വയറ്റിലുള്ളത്. അതിൽ എന്ത് നാണക്കേടാ? നാണക്കേട് എന്താന്നോ? ആളുകൾ പറയേ കെട്ടിക്കയറാൻ വേണ്ടി കാത്തിരുന്നു പെറാനെന്ന്. ഈ നാട്ടുകാർ ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്, എന്റെ ഭർത്താവിന്റെ ചെലവില. നിന്റെ ഭർത്താവ് എന്ന് പറയുന്നത് എന്റെ മോനും കൂടെയാ. അവൻ ഞാൻ പറയണതേ കേൾക്കും. അബി എന്റെ കാര്യത്തിൽ തലയിട്ടേ എനിക്ക് അവന്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ട്. ഞാൻ പറയുന്നത് അബി കേൾക്കും. ഡി, അവനെ കൊണ്ട് നിന്നെ തള്ളി പറയിപ്പിക്കുന്നവര് ഞാൻ ഏറ്റു. എന്റെ ദേഹത്തോടാണല്ലോ എന്നെ വാശി പിടിപ്പിച്ചാണല്ലോ ഇവിടെ ഞാൻ കൊല്ലാനും പഠിക്കില്ല കേട്ടോടാ. അച്ഛേ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ വീട് ഓരോ ദിവസം കഴിയുമ്പോൾ ഒരു യുദ്ധഭൂമിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ കല്യാണമൊന്നും വേണ്ടായിരുന്നു. അവൾ എന്ന് വന്ന് കയറി അന്ന് മുതൽ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ അമ്മയുടെ അടുത്ത് ഒന്ന് താന്ന് കൊടുക്കാൻ, എവിടെ കേൾക്കാൻ? പിന്നെ 2 എണ്ണം കൊടുത്ത് മര്യാദ പഠിപ്പിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല. ഛേ, നീ ഇങ്ങനെ അടിച്ചും തൊഴിച്ചുമാണ് അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. നിന്റെ അമ്മയ്ക്ക് ഞാൻ 2 അടി നേരത്തെ കൊടുത്തിരുന്നെങ്കിലേ അവൾ എന്നേയും നന്നായി പോയേനെ. ആ കൊച്ചി വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം നല്ലൊരു വാക്ക് അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒന്ന് വിളിച്ചിട്ടുണ്ടാ. അപ്പം മോളെ സമ്മതിക്കണം. ഇതെല്ലാം സഹിച്ച് ഇത്രയും നാൾ അവളുടെ കഴിഞ്ഞില്ലേ? മറ്റുള്ള പെമ്പിളരാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? സ്വന്തം വീട്ടിൽ പോകില്ലായിരുന്നു. ശരി അച്ഛാ, അവൾ ഒരുപാട് സഹിച്ചു. അച്ഛാ, ഇവരെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എടാ, നിന്റെ അമ്മയുടെ സ്വഭാവം ഉടനെയൊന്നും മാറാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? നിങ്ങൾ 2 പേരും വേറൊരു വീടെടുത്ത് മാറി താമസിക്കും. അച്ഛാ, അതിന് അമ്മ സമ്മതിക്കൂ? അവളുടെ സമ്മതം ആക്ക് വേണം. നീ ഇപ്പോൾ ഒരു ഭർത്താവാണ്, സ്വന്തമായി തീരുമാനം എടുക്കാം. നിങ്ങൾ ഇവിടുന്ന് മാറി താമസിച്ചാലേ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. പിന്നെ നിന്നെ കാണാതിരിക്കാനൊന്നും അവൾക്ക് പറ്റൂല. പതിയെ അവളോട് വന്നോളൂ നിങ്ങളെ കാണാനായിട്ട്. ഇതേ നോക്ക്, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണേക്കാളും നല്ലതല്ലേ വല്ലപ്പോഴും വന്ന് കാണുന്നത്. ആ സ്നേഹം അങ്ങനെ നിൽക്കും. നീ ഒന്ന് ആലോചിക്കും ഞാൻ പറഞ്ഞ കാര്യം. ബാഗെല്ലാം എടുത്തില്ലേ? അമ്മേ, ഞങ്ങളൊരു വാടക വീട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകാം. മോനെ, അമ്മ ഇനി ഒന്നും പറയണ്ട. എനിക്ക് വേണ്ട കുറച്ച് മനസമാധാനമാണ്. ഈ വീട്ടിൽ നിന്നാലേ എന്നും അടിയും വഴക്കിനെ സമയമുള്ളൂ. നമുക്ക് പോവാം. അയ്യോ മോനെ, എന്നെ വിട്ട് പോവല്ലേ മോനെ. അമ്മയ്ക്കത് താങ്ങാൻ പറ്റൂല. ഞാൻ ഒരിടത്തും പോകുന്നില്ല അമ്മ. നിനക്കിപ്പോ സമാധാനമായില്ലേ എന്റെ അമ്മയെ വേദനിപ്പിച്ചപ്പോ? എന്റെ അമ്മയുടെ മുമ്പിൽ ഒന്ന് താന്നു കൊടുക്കാൻ പറയുമ്പോൾ നിനക്ക് അതിനും വയ്യ. നമ്മൾ ഒരിടത്തോട്ടും പോകുന്നില്ല. എന്റെ അമ്മയെ നോക്കി ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി. എടാ, എന്തിനാണ് ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്? ഈ അഹങ്കാരിയെ നിനക്ക് പറഞ്ഞുവിടാൻ വയ്യെങ്കിൽ ഞാൻ പറഞ്ഞുവിടാം. ഇറങ്ങടി വെളിയിൽ. ഇപ്പൊ നിന്റെ അമ്മയുടെ തളർച്ച കേടെ പോയി. ഇവളുടെ ഇതെല്ലാം നാടകമാണെന്ന് കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇവിടെ ഇന്നും നിലയും കാണാൻ തുടങ്ങിയതല്ലേ? ഇതൊക്കെ നാടകമാണെന്ന് എല്ലാവർക്കും അറിയാം. നീ പണ്ട് നാടകത്തിൽ കമ്മ്യൂണിസ്റ്റ് ഫസ്റ്റ് വാങ്ങിച്ചെന്നും എനിക്കറിയാം. അതൊക്കെ അങ്ങ് സ്റ്റേജിൽ. ഈ വീട്ടിൽ വേണ്ട. പിള്ളേരെ നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. എനിക്ക് എന്റെ അമ്മയും വേണം. എന്റെ കൂടെ ജീവിക്കാമെന്ന് ഇവളെ. ഇനി ഇവളെ കൊണ്ട് ഈ വീട്ടിൽ നിന്നാ നിങ്ങൾ 2 പേരിൽ ഏതെങ്കിലും ഒരാൾ എനിക്ക് നഷ്ടപ്പെടും. ഇനി ഇതല്ലാതെ വേറെ വഴിയില്ല. നിങ്ങൾ 2 പേര് എന്തായാലും ചേർന്ന് പോകാൻ പോകില്ല. അപ്പൊ നിങ്ങളായിരുന്നല്ലേ ഇതിന്റെ എല്ലാ സൂത്രക്കാരൻ? അതേടി, നിന്റെ അഹങ്കാരവും ദുർവാശയും കൊണ്ടേ ആ പിള്ളേരുടെ ജീവിതം കൂടെ നശിപ്പിക്കണ എന്തിനാ? അവരിപ്പോ ജീവിക്കട്ടെ. ദേ, അവൻ എന്റെ മോനാണെങ്കിൽ അവനെ തിരിച്ചു കൊണ്ടുവരാനും എനിക്കറിയാം.